നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർമാർക്കും എല്ലാവർക്കും അറിയാം. അവനവൻ്റെ സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ ഇവർക്കൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കോട്ടയത്തെ അമ്മയും 2 മക്കളും. ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീലാണ്, ഹൈക്കോടതിയിൽ വരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. അതുമാത്രവുമല്ല, ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരുടെ കഴിവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ സ്ത്രീ 2 മക്കളെയും കൊണ്ട് ഇവർ ആറ്റിൽ ചാടിയിട്ട് ജീവനൊടുക്കി എന്ന് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ, അതായത് എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് ദാരിദ്ര്യമില്ല, അല്ലെങ്കിൽ വേറൊരു പ്രശ്നമില്ല. സഹോദരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിലാണ്. പിന്നെ അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ബസ് സർവീസ് വരെയുള്ള ഒരു മുതലാളിൻ്റെ ഭാര്യയാണ്. എന്നിട്ടും ഇവരൊക്കെ എങ്ങനെയാണ് ജീവൻ ഒടുക്കുന്നത്? അപ്പോൾ എനിക്ക് വന്ന ചില കമൻറ്റുകളും അതുപോലെ തന്നെ ചില മെസ്സേജുകളും ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ അതേ പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യുക. എനിക്ക് വന്നൊരു മെസ്സേജ് ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞാൻ കോട്ടയംകാരിയാണ്, ഇവിടെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്, വേറെ ഒന്നുമല്ല. അതായത് ഈ കോട്ടയത്ത് നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ജോലിക്കാരുണ്ട്, ഒരു 1000-1500 റബ്ബറുണ്ട്. ഇതിനൊക്കെ ജോലിക്കാർ വരും രാവിലെ. പിന്നെ ഒരു കൂട് നിറയെ കോഴിയുണ്ട്, അതുകൂടാതെ 3 പന്നിയുണ്ട്, പിന്നെ കുറേ ആടുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജോലിക്കാരുണ്ട്. എല്ലാ ജോലിക്കാർക്കും വെച്ച് വിളമ്പി കൊടുക്കേണ്ടത് ഈ സ്ത്രീ മാത്രമാണ്. അവിടെയുള്ള ഒരാൾ പോലും ഇതിന് സഹായിക്കൂല. പക്ഷേ ഇതിന് പങ്ക് പറ്റാനായിട്ട് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ട പെൺമക്കൾ വരെ ഓടി വരും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഈ കുടുംബ സ്വത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീതിച്ചങ്ങ് കൊടുത്തേക്കണം. ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില അമ്മായി അച്ഛനും അമ്മായി അമ്മയും സഹോദരിമാരും തന്നെയാണ്. ആങ്ങളയുടെ ജീവിതം തകർക്കുന്നത് ചില സഹോദരിമാരാണ്. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ചില സഹോദരിമാർക്ക് ഉറക്കം വരത്തില്ല. അതായത് നിരവധി വീടുകളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് തന്നെയാണ്. അവരെയൊക്കെ കെട്ടിച്ചു വിട്ട് അവർ വേറെ വീട്ടിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാകും. അവർ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും 2 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞാൽ നാത്തുവിൻ്റെ കുറ്റങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൽ വന്നിട്ട് ഈ ജോലി ചെയ്ത് മുടിഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇത് ഒരു ജോലിയല്ലേ, അതായത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അതിനൊരു കണക്കില്ലടേ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭർത്താവിൻ്റെ സകല ആൾക്കാർ എന്ന് പറഞ്ഞാൽ വിദേശത്തായിരിക്കും. അതുപോലെ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചു വിട്ട് നല്ല സുഖമായിരിക്കും. പക്ഷേ ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നയിക്കാനായിട്ട്, എന്നാൽ ഇതിൻ്റെ പങ്ക് മുഴുവൻ പറ്റുന്നതോ ഇവരെല്ലാവരും കൂടി പറ്റുന്നതും. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതൊരു അസൂയ കൊണ്ട് പറഞ്ഞോ അല്ലെ കുശുമ്പ് കൊണ്ട് പറയുന്നതൊന്നല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഈ വീട്ടിൽ സംഭവിച്ചൊരു കാര്യം, അതായത് ഈ വീട്ടിൽ ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീക്ക് പക്ഷേങ്കിൽ വീട്ടിൽ സമാധാനമില്ല. ആടെ അച്ഛനും അമ്മയും തന്നെയാണ് പ്രശ്നം. ഭർത്താവിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബ പ്രശ്നമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില വീട്ടിൽ എന്ന് പറഞ്ഞാൽ 2 വീട്ടിലും കുടുംബ പ്രശ്നമാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രമാണി കുടുംബങ്ങളാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരൊന്നുമല്ല. ഒരു സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ദാരിദ്ര്യമുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകും, ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രമാണി കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ താളം തെറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവിഹിതമായിരിക്കും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ സംശയമായിരിക്കും, ഇല്ലെങ്കിൽ ഇവൻ്റെ മുഴുവൻ കുടിയനായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ താളം തെറ്റുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോൾ ഇന്നലെ മരിച്ച ആ ഒരു ഹൈക്കോടതി ഭാഷകയാണ്. അവർക്കെന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ്, അവർക്ക് ആ കുട്ടികളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നു. എന്തിനാണ് ആ കുട്ടികളെയും കൊണ്ടുപോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അങ്ങനെ അവർ എവിടെയെങ്കിലും പോയി ജീവിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബ പ്രശ്നമാണ്, ഭർത്താവ് ശരിയല്ല, ഇനി അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടയം ഭാഗത്തുള്ള കോട്ടയം പാലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരുപാട് ഇതുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെടുക്കുന്ന പിരിവെടുത്തിട്ട് പള്ളി കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർ, അങ്ങനെയുള്ള സഭകളും കാര്യങ്ങളും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടണം. ഇടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സഭയായി കഴിഞ്ഞാലും ഏത് പിന്നെ കമ്മിറ്റി ആയി കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നിട്ട് അങ്ങോട്ട് പറയുമ്പോഴേ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ സ്വാധീനം, ആരാണ് കൂടുതൽ തരുന്നത്, അവിടെയേ നിൽക്കുള്ളൂ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്ന് പറയുന്നത് കേട്ടു, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് അറിയിക്കുന്ന ആ പോലീസ് ഓഫീസർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എത്ര പേര് ഇതേപോലെ കേൾക്കാനുണ്ട്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അത് ഇപ്പോൾ 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് ആ ഒരു സ്ത്രീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനി എന്നും ഉപദ്രവിക്കുമായിരുന്നു. അവർ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത ദേഷ്യത്തിലല്ലേ അവൻ വന്നിട്ട് മറ്റേ ടിന്നർ ഒഴിച്ചിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വൈരാഗ്യത്തിൽ വന്നിട്ട് ഇവനൊക്കെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് കയറുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുടുംബം, അതായത് ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ ബഹുമാനപ്പെട്ട അച്ഛനും അമ്മയോടും പറയാനുള്ളത്, നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ ഇടപെടരുത്. അതായത് അവരായി അവരുടെ പാടായി അങ്ങനെയെങ്കിലും ചിന്തിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരിതപൂർണ്ണമാണ്. ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, നല്ല വീടായിരിക്കും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വീട്ടിൽ കാറും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു ദിവസം പോലും ഈ സ്ത്രീ മനസമാധാനത്തോടുകൂടി ആ വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം വന്ന് കയറി അന്ന് മുതലുള്ള പ്രാരാബ്ധമായിരിക്കും. പ്രാരാബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വീട്ടിലെ പണി തന്നെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരും ഇതൊക്കെയാണ്. പക്ഷെ ഇവരൊന്നും ഒരാൾ പോലും ജോലിക്ക് വിടത്തില്ല. ഇവരൊക്കെ പറയുന്നൊരു ന്യായമുണ്ട്. അതായത് നീ എന്തിനാണ് പുറത്ത് ജോലിക്ക് പോകുന്നത്? നിനക്കിവിടെ ജോലിയില്ലേന്ന്. ഇവിടെ ജോലി എന്താണെന്നല്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു കൂടുകാർച്ചും കോഴിയും അതുപോലെ പശു ആടും ഇതിനൊക്കെ നോക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഈ പണിക്കാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി കൊടുക്കില്ല, അതൊരു വലിയ ജോലിയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കെട്ടിയിടുന്നത്. അപ്പോൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ സഭയുടെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സഭയ്ക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇടപെടാമെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ആദ്യം വരുന്നത് ഈ പള്ളിയിലെ അച്ഛന്മാരെടുക്കായിരിക്കും. ആ അച്ഛന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിന് ഇത് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പ്രമാണി കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതിൻ്റെ എന്താ പറയേണ്ടത് പള്ളിയിലെ അച്ഛനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയോ ആരെങ്കിലും ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർ പക്ഷാപാതം കാണിക്കലുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൊടുക്കുന്ന പിരിവുകൾ അത് കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ബന്ധം അങ്ങ് പിരിഞ്ഞേക്കുക. അല്ലാതെ ഇനിയിപ്പോഴും ബന്ധം പിരിഞ്ഞിട്ട് ഇയാളിനി വേറെ പെണ്ണിയും കെട്ടി നടക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരില്ലേ എന്ന് വിചാരിക്കുന്ന കുറച്ച് സ്ത്രീകളും കൂടിയുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കൽ മാത്രമേ രക്ഷയുള്ളൂ. അതായത് ഇനി ഇവൻ കെട്ടി നടക്കുമ്പോൾ അതൊന്നും ഞാൻ കണ്ടിരിക്കണ്ടേ എന്ന് പറയുമ്പോൾ, അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മക്കളെയൊക്കെ സേഫ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 2ാം കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാതകമൊന്നുമല്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവനനുസരിച്ച ജീവിത പങ്കാളിയെ തേടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ മരിച്ച ആ ഒരു ഹൈക്കോടതി പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്ത്രീൻ്റെ പിന്നെ അച്ഛൻ, അതായത് അവരുടെ അമ്മ മരിക്കാൻ വേണ്ടി കാത്തുനിന്ന പോലെയാണ്. അയാൾ അപ്പോൾ തന്നെ വേറെ കല്യാണം കഴിച്ച് അത് പിന്നെ ഇടയിൽ ലണ്ടനിലും കയറ്റാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അടിമയായി ജീവിച്ച് ഇതുപോലെയായിരുന്നു എന്ന് ആട്ടും തുപ്പ് കയറ്റിട്ട്, അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യൽ അടിമത്വമൊന്നുമല്ല. പക്ഷേ ആട്ടും തുപ്പ് കയറ്റിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരിമാരെ കൊണ്ടുള്ള ശല്യം, ആങ്ങളമാരുടെ ജീവിതം മിക്കതും നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സഹോദരിമാരാണ്. അതാലോചിച്ച് നോക്കണം. ആങ്ങളമാരുടെ സ്നേഹം കിട്ടൂല എന്നുള്ള ഭയമാണ് ഇവർക്ക്. അതാണ് ഈ സഹോദരി എന്ന് പറയുന്ന ഇപ്പോൾ ആങ്ങളമാരുടെ ഭാര്യ ഒന്ന് സന്തോഷിക്കുന്നത് പോലും സഹോദരിമാർക്ക് ഇഷ്ടമല്ല. അതായത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടാ, ഇതിലെന്ന് പറയുന്ന നല്ല സ്നേഹമെന്ന് എനിക്ക് എൻ്റെ ആങ്ങളായിട്ടെന്ന് പറയുന്നില്ലേ, ആ പെണ്ണൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സഹോദരി ഉണ്ടല്ലോ, അവൾ വിഷമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് അവൾ പറയും ഇങ്ങനെ, എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ചങ്കാന്നെന്ന് പറയും. പക്ഷേ നാത്തൂനില്ലേ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണ് അങ്ങനെയുള്ള സഹോദരിമാരെന്ന് പറഞ്ഞാൽ വിഷങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഷെയർ ചെയ്ത് കൊടുക്കേ, അറിയട്ടെ പറ്റകളൊക്കെ. അപ്പോൾ ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒക്കെ ചെയ്തോ. നന്ദി, നമസ്കാരം.